നമസ്കാരം. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഇന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. 19 ദിവസങ്ങളിലായി ആകെ 15 സിറ്റിംഗുകൾ ഈ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സമ്മേളനത്തിൽ പാസാക്കാൻ സാധ്യതയുള്ള 13 ബില്ലുകൾ നിയമനിർമ്മാണത്തിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാഷണൽ ഹൈവേസ് ബിൽ, അതോടൊപ്പം തന്നെ അറ്റോമിക് എനർജി ബിൽ, കോർപ്പറേറ്റ് നിയമങ്ങൾ ബിൽ, അതോടൊപ്പം ഇൻഷുറൻസ് നിയമങ്ങൾ, കൂടാതെ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ബിൽ 2025 എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ലോകസഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ സെൻട്രൽ എക്സൈസ് ബില്ലും 2025 ആരോഗ്യ സുരക്ഷ ദേശീയ സുരക്ഷാ സെസ് ബില്ലും അവതരിപ്പിക്കും. 2025-26 വർഷത്തേക്കുള്ള ഗ്രാന്റിനായുള്ള സപ്ലിമെന്ററി ഡിമാൻഡുകളെ കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും ഈ സമ്മേളനത്തിൽ നടക്കും. പാർലമെന്റിന്റെ ഇരു സഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനായി ഇന്നലെ രാവിലെ സർക്കാർ ദില്ലിയിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിച്ച സർവകക്ഷി യോഗത്തിൽ 36 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള 50 നേതാക്കളാണ് പങ്കെടുത്തത്. സമ്മേളനം സുഗമമായി കൊണ്ടുപോകാൻ സഹകരിക്കണമെന്ന് സർക്കാർ അഭ്യർത്ഥന നൽകുകയും ചെയ്തിട്ടുണ്ട്. വോട്ടർ പട്ടിക, പ്രത്യേക തീവ്ര പരിഷ്കരണവും ദില്ലി സ്ഫോടനവും അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസും CPM-ഉം CPI-യും അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. SIR ചർച്ച ചെയ്തില്ലെങ്കിൽ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുമെന്നും ചില നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കർഷകരുടെ ഭൂമി വനംവകുപ്പ് ഏറ്റെടുക്കുന്ന വിഷയം കേരള കോൺഗ്രസ് MP ജോസ് കെ മാണി ഉന്നയിച്ചിട്ടുണ്ട്. ശീതകാല സമ്മേളനത്തിൽ ഇരു സഭകളുടെയും സുഗമമായ നടത്തിപ്പിനായി സഹകരണം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളോട് സർക്കാർ ഒരു അഭ്യർത്ഥന നൽകിയിട്ടുണ്ട്. ആ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴും ഈ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പാർലമെന്റ് തുടങ്ങുമ്പോൾ കോൺഗ്രസിന്റെ എക്കാലത്തെയും ഒരു സ്ഥിരം പരിപാടിയുണ്ട്. പാർലമെന്റിൽ കയറി പ്രക്ഷുബ്ധമാക്കുന്ന രീതിയിലും അല്ലെങ്കിൽ സഭയുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്ന രീതിയിലേക്ക് ഒരു പ്രതിഷേധമൊന്നും ഇപ്രാവശ്യം ഉണ്ടാവരുത് എന്നാണ് മുൻകൂറായി പറഞ്ഞിരിക്കുന്നത്. ചർച്ചകളിൽ ഇരു സഭകളുടെയും ചട്ടങ്ങൾ അനുസരിച്ച് മറ്റ് ഏത് പ്രധാന വിഷയങ്ങളും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പാർലമെന്റ് ഹൌസിന്റെ സുരക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കുന്ന CISF സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ ഇന്ത്യൻ സൈന്യത്തിലെ തീവ്രവാദ വിരുദ്ധ സേനാംഗങ്ങൾ, മനേസറിലെ NSG കമാൻഡുകൾ, ബഹ്റയിലെ RTCയിലെ സ്നൈപ്പർ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടെ 3300 സൈനികരെയും കമാൻഡോകളെയും വിന്യസിച്ചിട്ടുണ്ട്. തീവ്രവാദ ആക്രമണങ്ങൾ, ബോംബ് സ്ഫോടനങ്ങൾ, ഡ്രോൺ ആക്രമണങ്ങൾ, വായുവിലൂടെയുള്ള വിഷബാധ എന്നിവ ഉൾപ്പെടെ ഏത് അടിയന്തര സാഹചര്യത്തിലും പ്രതികരിക്കുന്നതിൽ ഈ ഉദ്യോഗസ്ഥർ വൈദഗ്ധ്യമുള്ളവരാണ്. ദില്ലി പോലീസും അതോടൊപ്പം തന്നെ CISF-ഉം തമ്മിലുള്ള ഏകോപനം കൂടുതൽ മെച്ചപ്പെടുത്താനും പാർലമെന്റ് മന്ദിരത്തിനുള്ളിൽ മാത്രമല്ല പാർലമെന്റ് മതിലിനോട് ചേർന്നുള്ള എല്ലായിടത്തും തങ്ങളുടെ ഉദ്യോഗസ്ഥരെ വിന്യസിക്കാനും CISF തീരുമാനിച്ചിട്ടുണ്ട്. പാർലമെന്റ് മതിലുകൾക്കും അതോടൊപ്പം തന്നെ പുറത്തുള്ള ചുറ്റുപാടുകളിലും CISF ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. അതായത് പാർലമെന്റിന്റെ മുഴുവൻ സുരക്ഷയും CISF ആണ് ഏറ്റെടുത്തിട്ടുള്ളത്. പാർലമെന്റിന്റെ മുകൾ ഭാഗങ്ങളിലും സ്നൈപ്പർമാരെ വിന്യസിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം പാർലമെന്റിന്റെ സുരക്ഷയ്ക്കായി ആന്റി ഡ്രോൺ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. NSG-യും അതോടൊപ്പം തന്നെ CISF-ഉം അവരുടെ നായ്ക്കളെയും ബോംബ് ഡിസ്പോസൽ സ്ക്വാഡുകളെയും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.